ആത്മീയ ഭോജ്യത്തിൽ വീണ്ടും നാം ഒന്നിക്കുന്നു. നമ്മളിന്ന് വിചിന്തനം ചെയ്യുന്ന വിഷയം, യേശു കരഞ്ഞ രംഗങ്ങൾ കാണാൻ പറ്റും. യേശു ഒരിക്കലും കരഞ്ഞത് തൻ്റെ വയറ് വേദനിച്ചിട്ടോ തനിക്കങ്ങനെ എന്തെങ്കിലും വിഷമോ നഷ്ടോ വന്നതിൻ്റെ പേരിലല്ല. യേശു എപ്പോഴാണ് കരഞ്ഞത് എന്ന കാര്യം നാം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ദൈവമക്കളായി നമ്മൾ യേശുവിൻ്റെ സ്വഭാവം പങ്കിടാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ഇന്ന് പല മനുഷ്യരും കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പല കാരണങ്ങൾ പറഞ്ഞ് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഏതാനും ചില സംഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഒരു വല്യമ്മച്ചി, ഗ്രാൻഡ്മ, അവരുടെ മകൻ്റെ കൊച്ചിനെയും കൊണ്ടോ മറ്റ് കരിസ്മയിൽ വരികയുണ്ടായി. വേറെ എങ്ങാണ്ടൊക്കെ പോയി. ഈ ഗ്രാൻഡ്മയുടെ കരച്ചിൽ ഞാൻ കണ്ടതാണ്. കാരണം അവർ പറഞ്ഞത്, ഈ കൊച്ചിൻ്റെ വിരലേലൊരു മോതിരം ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കാണാനില്ല. ഇനി ഞാൻ എങ്ങനെ എൻ്റെ മകനോട് ഈ വിഷയം ഒന്ന് അവതരിപ്പിക്കും? ഇച്ചിരി ഇല്ലാത്ത കൊച്ച്, അതിൻ്റെ വിരലിൻ്റെ സൈസ് നമുക്ക് അറിയാൻ പറ്റും. ഇനി ആ വിരലേക്ക് കിടന്ന മോതിരം എന്തോരം കാണും? പക്ഷെ അത് നഷ്ടപ്പെട്ടപ്പോൾ അവരുടെ കരച്ചിൽ ചെറിയ കരച്ചിലൊന്നും ആയിരുന്നില്ല. നെഞ്ചത്തിടിച്ച് കരയുന്നത് പോലെ വലിയ ആകുലതയോടുകൂടി അവർ കരയുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. വേറൊരു സംഭവം ഞാൻ ഓർക്കാണ്. ഒരു യുവതി, അവളെ സംബന്ധിച്ചിടത്തോളം അവൾ പറഞ്ഞൊരു കാര്യം, അവളുടെ പരീക്ഷയ്ക്ക് മുമ്പ് ഒത്തിരി പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ കരങ്ങളിൽ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു, നല്ലൊരു റിസൾട്ട് അവൾ ആഗ്രഹിച്ചു, അതിനുവേണ്ടി കാത്തിരുന്നു. റിസൾട്ട് വന്നപ്പം അവൾ ഉദ്ദേശിച്ച അങ്ങോട്ട് എത്താൻ പറ്റിയില്ല. എന്ന് പറഞ്ഞാൽ അവൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറച്ച് മാർക്ക് കുറഞ്ഞുപോയി. അവളുടെ കരച്ചിൽ കാണണമായിരുന്നു. മാത്രമല്ല അത് പിന്നെ മാറി ദൈവത്തോട് ദേഷ്യമായിട്ട് മാറി. ഉദ്ദേശിച്ച കാര്യം അതുപോലെ നടക്കാതെ വന്നപ്പോൾ ഉണ്ടായ അവളുടെ റിയാക്ഷൻ, അത് ഞാൻ നേരിട്ട് കണ്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, മൂന്നാമതൊരു കാര്യം, ഒരു വിവാഹം ഉറപ്പിച്ച ആ വിവാഹം മാറിപ്പോയതിൻ്റെ പേരിൽ അത് പറഞ്ഞ് ഒരുപാട് കരയുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടതാണ്. ഒരു യുവതി വിവാഹമൊക്കെ ഉറപ്പിച്ചാണ്, നടക്കും എന്ന് വിചാരിച്ചു, പക്ഷേ എന്തോ കാരണത്താൽ അത് മാറിപ്പോയി. അയ്യോ, അത് അവർക്ക് ഭയങ്കര വിഷമമുണ്ടാക്കി. എന്തുമാത്രം അവർ കരഞ്ഞു എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു യാഥാർത്ഥ്യമാണ്. നാലാമതൊരു കാര്യം ഞാൻ കണ്ടതാണ്. കല്യാണം കഴിഞ്ഞ് 8 വർഷമായി, ഇപ്പോഴും അവർക്ക് മക്കളില്ല. ഒരു പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ ഈ കാര്യം പറഞ്ഞ് അവർ കരഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. അവർക്ക് വലിയൊരു വിഷമമായിരുന്നു മക്കളില്ലാത്ത അവസ്ഥയിൽ. അപ്പോൾ ഓരോരുത്തരും അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അവർ പാസ്സാക്കുന്ന കമൻറ്റ്, അതെല്ലാം കാരണമായിരിക്കാം അവർക്ക് വലിയ പ്രയാസമായിരുന്നു. അവർ അതിൻ്റെ പേരിൽ കണ്ണീരൊഴുക്കി കരയുന്നത് ഞാൻ കണ്ടതാണ്. അവസാനമായിട്ടൊരു മറ്റൊരു സംഭവം കൂടി. ഒരു സ്ത്രീ, അവരുടെ ഭർത്താവ് ആകസ്മികമായിട്ട് മരണപ്പെട്ടതാണ്. ഒരിക്കലും അവർ അങ്ങനെ ഒരു മരണം പ്രതീക്ഷിച്ചില്ല. ഇവർ ഈ കാര്യം പറഞ്ഞ് കരഞ്ഞിട്ട് കണ്ണുനീര് നിൽക്കുന്നില്ല. അതുപോലെ കണ്ണീരോടെ കരഞ്ഞ് ആ ഒരു വിഷയം അവതരിപ്പിച്ച ഒരു സ്ത്രീ. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നു, മനുഷ്യരായ നമ്മൾ കരയാറുള്ള ചില അവസരങ്ങൾ, കാരണങ്ങൾ, അതെല്ലാം വളരെ കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഇങ്ങനെയുള്ള ഒരു വിഷയത്തിൻ്റെയും മുമ്പിൽ കരഞ്ഞ വ്യക്തിയല്ല യേശു. യേശു കരഞ്ഞെങ്കിൽ വ്യത്യസ്ത കാരണങ്ങളാലാണ് അവൻ കരഞ്ഞത്. അതിനകത്തുനിന്ന് നമുക്ക് വലിയൊരു ഗുണപാഠം എടുക്കാനുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് വെറുതെ ശരീരത്തിലൊരു വേദന, വയറ് വേദനിച്ചതിൻ്റെ പേരിൽ, അല്പം സമ്പത്ത് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ, ആരെങ്കിലും എന്തെങ്കിലും ഒരു കമൻറ്റ് പറഞ്ഞതിൻ്റെ പേരിൽ, അതിൻ്റെയൊക്കെ പേരിലല്ല നമ്മൾ കരഞ്ഞിരിക്കേണ്ടത്. യേശു എന്തിനു വേണ്ടി കരഞ്ഞോ അതിനുവേണ്ടി കരയാൻ പറ്റുന്നവർ, അവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനി, അവരാണ് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവർ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഏതാനും ചില വചനഭാഗങ്ങളിലൂടെ മനസ്സിലാക്കിയിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ കരഞ്ഞവനല്ല യേശു ക്രിസ്തു എന്ന്. മർക്കോസ് 3-ാം അധ്യായം 21 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, യേശുവിനെ പിശാചുബാധയുള്ളവനെന്ന് വിളിച്ചു. യേശുവിന് മാനസിക രോഗമാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇത് ജനം പറഞ്ഞു കേട്ടിട്ട് അവൻ്റെ തന്നെ വീട്ടുകാർ അവനെ കൊണ്ടുപോകാൻ, അവനെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വരുന്ന രംഗം, അതാണ് നമ്മൾ മർക്കോസ് 3:21 മുതൽ വായിക്കുമ്പോൾ കാണുക. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് മത്തായി 27:63 എടുത്താൽ, മത്തായി 27:63 ആ വഞ്ചകൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, യേശുവിനെ അവനെ വിളിക്കാൻ ഉപയോഗിച്ച ഒരു ടൈറ്റിൽ കാണാൻ സാധിക്കും, വഞ്ചകൻ. നമ്മൾ ആരെയും വഞ്ചിക്കാതിരിക്കെ നമ്മളെ വഞ്ചകൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് എത്ര വേദനാജനകമായിരിക്കും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ലൂക്കാ 5:21 വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, ഇവൻ ദൈവദൂഷകനാണ്. ഇവൻ പറഞ്ഞത് ദൈവദൂഷണമാണ്. അങ്ങനെ പറഞ്ഞ ആളുകളെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അവനാ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തളർവാദ രോഗിയോട് പറഞ്ഞപ്പോൾ അതിന് ഒരു പ്രതികരണം അവിടെ ഉണ്ടായി ചില ആളുകളുടെ ഭാഗത്തു നിന്നും. അവർ വിളിച്ചു പറഞ്ഞൊരു കാര്യം, പ്രത്യേകിച്ച് ഫരിസേയർ, നിയമജ്ഞർ, ഇവനിതാ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു, ദൈവത്തിനല്ലാതെ ആർക്കാണ് പാപം ക്ഷമിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അവനെ ദൈവമായി അവർ അംഗീകരിച്ചില്ല. യേശുവിനെ സാക്ഷാൽ ദൈവമായിട്ട് അംഗീകരിക്കാൻ പറ്റാതെ പോയതുകൊണ്ടാണ് അവരങ്ങനെ ഒരു കാര്യം പറയേണ്ടി വന്നത്. അവർ യേശുവിനെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മത്തായി
11 വചനം വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഇവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സുഹൃത്ത് എന്ന് വിളിക്കപ്പെട്ടത്. ചുങ്കക്കാരുടെയും പാപികളുടെയും ഗണത്തിൽപ്പെട്ട, അല്ലെ അവരുമായിട്ട് സഹവാസമുള്ള ഒരു വ്യക്തിയായിട്ട് യേശുവിനെ അവർ ചൂണ്ടിക്കാണിച്ചു. മത്തായി 11:19 വായിച്ചാലോ, ഭോജനപ്രിയൻ, അങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വീഞ്ഞുകുടിയൻ, ഭോജനപ്രിയൻ. ഇതെല്ലാം വളരെ സാധാരണക്കാർക്ക് ഒരുപാട് വേദന ഉണ്ടാക്കാവുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ വിളിക്കപ്പെടുക. പക്ഷേ ഇതെല്ലാം സംഭവിച്ചിട്ടും അതിൻ്റെ പേരിൽ കരഞ്ഞ യേശുവിനെ അല്ല നമ്മൾ കാണുക. നമുക്ക് കാണാൻ സാധിക്കും, ഒരു 3 അവസരങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, യേശു കരഞ്ഞ അവസരങ്ങൾ. ഒന്ന്, ലാസറിൻ്റെ മരണത്തിൽ. യോഹന്നാൻ 11:35 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ലാസറിൻ്റെ കുഴിമാടത്തിങ്കിൽ നിന്ന് കണ്ണുനീർ പൊടിക്കുന്ന യേശുവിനെ കാണാൻ പറ്റും. മറ്റൊന്ന്, ജെറൂസലേമിനെ നോക്കി കരയുന്ന യേശുവിനെ കാണാൻ പറ്റും. ലൂക്ക 19:41. അതുപോലെ തന്നെ ലൂക്ക 21:20 മുതൽ വായിക്കുമ്പോൾ ജെറൂസലേമിനെ നോക്കി വിലപിക്കുന്ന യേശു. മൂന്നാമത്തെ രംഗം നമ്മൾ കാണുന്നുണ്ട്, ഗത്സമൻ തോട്ടത്തിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന വ്യക്തി. പ്രാർത്ഥനയിൽ കരയുന്ന യേശുവിനെ കാണാൻ പറ്റും. അവന് വയറുവേദനിച്ചപ്പോഴോ ശരീരത്തിൽ മറ്റേതെങ്കിലും ഒരു ഭാഗത്ത് വേദനയുണ്ടായപ്പോഴല്ല യേശു കരഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. യേശു കരയാൻ 2 കാരണങ്ങളാണ് ബൈബിളിൽ നമ്മൾ കാണുക. ഒന്ന്, മനുഷ്യൻ്റെ സഹനം കണ്ടപ്പോൾ യേശു കരഞ്ഞു. നമ്മൾ കണ്ടല്ലോ, ലാസറിൻ്റെ കുഴിമാടത്തിങ്കൽ കരയുന്ന യേശു മനുഷ്യൻ്റെ സഹനം കണ്ടപ്പോൾ. രണ്ടാമതൊന്ന്, മനുഷ്യൻ്റെ പാപം കണ്ടപ്പോൾ കരയുന്ന യേശുവിനെ നമുക്ക് കാണാൻ സാധിക്കും. ഈ 2 അവസരങ്ങളിലാണ് ദൈവം വേദനിച്ച് കരയുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. ജെറമ്യാ 13:17 വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ്റെ അഹങ്കാരം പാപം കണ്ടിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് കരയുന്നു. നമ്മുടെ പാപം കാണുമ്പോൾ, നാം പാപജീവിതം നയിക്കുന്നത് കാണുമ്പോൾ ദൈവം കരയും. അതുപോലെ തന്നെ മനുഷ്യൻ വേദനിക്കുന്നത് കാണുമ്പോൾ, ലൂക്ക 7:14 മുതൽ വായിക്കുമ്പോൾ, ഒരു ശവമഞ്ചം തൊട്ട് അവിടെ നിർത്തിയിട്ട് അതിൽ കിടന്ന യുവാവിനെ ജീവനിലേക്ക് നയിച്ചിട്ട് അവൻ്റെ കുടുംബാംഗങ്ങൾക്ക് അവനെ കൊടുക്കുന്നത്, വിധവയായ ആ സ്ത്രീക്ക് അവനെ കൊടുത്തവരെ ആശ്വസിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മത്തായി 5:32 എടുത്താൽ 3 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാതിരുന്നവരെ കണ്ടപ്പോൾ കർത്താവിന് അവരോട് അനുകമ്പ തോന്നി. ഈ സ്വഭാവം പങ്കിടേണ്ടവരാണ് ദൈവമക്കളായി നമ്മൾ. അതിനുവേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. അസൂയാലുക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രത്യേകം നമുക്ക് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഉത്ഥാന ലഹരിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരികയും പാപത്തിൽ വീഴാതെ ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത യേശുവെ, അങ്ങയോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാനും ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുന്നവരാകാനും ഞങ്ങൾക്ക് വരമരുളണമേ. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, ഹല്ലേലൂയ. യേശുവെ ആരാധന, യേശുവെ ആരാധന. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. അവയെല്ലാം ഞങ്ങൾക്ക് നടത്തി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.